السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ബിൽബാസ് റഹിമഹുള്ളയുടെ പ്രശസ്തമായ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബിനെ അടിസ്ഥാനമാക്കി നാം എടുക്കുന്ന ദർസിൽ, ആ കിതാബിലെ 5 ദർസുകൾ അഥവാ 5 പാഠങ്ങളാണ് നാം എടുത്തത്. ഖുർആനിന്റെ തഫ്സീർ ചെറിയ ഭാഗം, അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, തൗഹീദിന്റെ ഇനങ്ങൾ, ഷഹാദത്തുകൾ, 2 ഷഹാദത്ത് എന്നിവയെല്ലാം നമ്മൾ വിശദീകരിച്ചു. ഇനി അദ്ദർസു അസ്സാദിസ്, 6ാമത്തെ പാഠം. അതിൽ പറയുന്ന വിഷയം ശുറൂത്തുസ് സ്വലാ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. അപ്പൊ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് 2 ഷഹാദത്തുകളാണെന്ന് പറഞ്ഞു. ആ 2 ഷഹാദത്തുകളെയും വിശദമായി നാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ശുറൂത്തുകൾ, അർക്കാനുകൾ, അതിന്റെ മഅന, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോ വിശ്വാസപരമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾക്ക് ശേഷം കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് നിത്യജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഷഹാദത്തുകൾക്ക് ശേഷം ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വരും പാഠങ്ങളിൽ പറയുന്നത്. ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ ശുറൂത്തുകൾ, അതുപോലെ തന്നെ അർക്കാനുകൾ, വാജിബാത്തുകൾ, സുനനുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അഥവാ നിസ്കാരത്തിന്റെ നിബന്ധനകൾ, അതിന്റെ സ്തംഭങ്ങൾ, അതിന് വാജിബാത്തായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ സുന്നത്തുകൾ എന്നീ കാര്യങ്ങളാണ് ഇനി ശൈഖ് പറയുന്നത്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ പറയുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട കാര്യം നിസ്കാരത്തിന്റെ മഹത്വമാണ്. ദീനിൽ നിസ്കാരമില്ലാത്തവന് ദീനിൽ പിന്നെ ഒരു സ്ഥാനവുമില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അസറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, റഅ്സുൽ അംരി ഇസ്ലാം, കാര്യങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് ഇസ്ലാമാണ്, അഥവാ അല്ലാഹുവിനെ കീഴൊതുങ്ങലാണ്. വഅമൂദുഹു അസ്സലാ, ദീനിന്റെ ആ നെടുത്തൂൺ എന്ന് പറയുന്നത് നിസ്കാരമാണ്. വദിർവതു സലാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഒട്ടകത്തിന്റെ പൂഞ്ഞ ഏറ്റവും ഉയർന്ന ഭാഗത്തിനാണ് ദിർവതു സലാം എന്ന് പറയുന്നത്. അപ്പൊ ദീനിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കാര്യം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ഇബാദത്താണ് നിസ്കാരം. ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. വഅഖീമുസ് സ്വലാ, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിസ്കാരം ഒരാൾ പാഴാക്കുകയാണെങ്കിൽ അവന്റെ മേലെയുള്ള വിധി എന്താണ്? ഒരാൾ നിസ്കരിക്കുന്നില്ല, നിസ്കാരം അവൻ ഒഴിവാക്കുകയാണെങ്കിൽ അവന്റെ മേലെയുള്ള വിധി എന്താണ്? നിസ്കാരം ഒഴിവാക്കുന്നവർ 2 ഇനമുണ്ടാവും. ഒന്ന്, ധിക്കാരത്തോടുകൂടി എതിർത്തുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്നവർ. ധിക്കാരത്തോടുകൂടി എതിർത്തുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്നവർ. 2, മടി കാരണത്താലും അതുപോലെ മറ്റു പല തിരക്കുകൾ കാരണത്താലും നിസ്കാരം ഒഴിവാക്കുന്നവർ. നിസ്കാരത്തിനെ എതിർക്കുന്നുണ്ടാവില്ല, ധിക്കരിക്കുന്നുണ്ടാവില്ല, പക്ഷേ മടിയോ മറ്റു പല കാരണങ്ങളാലോ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ടാവും. എന്താണ് ഈ 2 കൂട്ടരുടെ മേലെയുള്ള വിധി? ഉലമാക്കൾ പഠിപ്പിച്ചു. ഒന്നാമത്തെ കൂട്ടർ, അഥവാ നിസ്കാരം എതിർത്തുകൊണ്ട് ധിക്കാരത്തോടുകൂടി നിസ്കരിക്കില്ല
നിസ്കാരം അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കില്ല എന്നുള്ളത് ധിക്കാരത്തോടുകൂടി നിസ്കാരത്തെ എതിർത്തുകൊണ്ട് നിസ്കരിക്കാതിരിക്കുന്ന ഒരാളുടെ മേലെ വിധി അവർക്ക് അതൊരു മുർത്തദുൽ ഖാരിജുൽ ഇസ്ലാം. അവൻ കാഫിറാണ്, മുർത്തദാണ്, ദീനിൽ നിന്ന് പുറത്തു പോയവനാണ്. അവൻ ഇസ്ലാമിന്റെ യാതൊരു കാര്യവും അർഹിക്കുന്നില്ല. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അഥവാ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ വലിയൊരു അഫ്ർ അവന്റെ മേലെയുള്ള കടമ അൽ ഖത്ലു, അവനെ വധിച്ചു കളയലാണ്. കാരണം മുർത്തദായി എന്നുകൊണ്ട് അവന്റെ മേലെയുള്ളത്. അവന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല, കഫൻ ചെയ്യാൻ പാടില്ല, മുസ്ലിമീങ്ങളെ മറമാടുന്നിടത്ത് മറമാടാനും പാടില്ല ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണെങ്കിൽ. രണ്ടാമത്തെ കൂട്ടർ മടി കാരണത്താലും അല്ലെങ്കിൽ മറ്റു പല തിരക്കുകൾ കാരണത്താലും നിസ്കരിക്കാത്ത ആളുകൾ. അവരുടെ നേരെയുള്ള വിധി ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞു അവരോട് ഭരണാധികാരി തൗബ ചെയ്യാൻ ആവശ്യപ്പെടും, അഥവാ നിസ്കരിക്കാൻ അവരോട് നസീഹത്ത് ചെയ്യണം. എന്നിട്ടും അവൻ നിസ്കരിക്കുന്നില്ല എങ്കിൽ ആദ്യം പറഞ്ഞ ആളെ പോലെ തന്നെ അവന് മുർത്തദായി പരിഗണിക്കുകയും അവന്റെ മേലെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യും. അതാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. സംസ്കാരം അത്ര ഗൗരവമുള്ള പ്രാധാന്യമുള്ള വിഷയമാണ്. ഹദീസിൽ കാണാം ബൈന റജുലി വബൈന അശ്ശിർകി വൽ കുഫ്രി തർക്കു സ്വലാത്ത്. ഒരു മനുഷ്യനും ശിർക്കും കുഫ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കണം. അതായത് ഒരാൾ നിസ്കാരം ഒഴിവാക്കുന്നതോടുകൂടി അവൻ ശിർക്കിലോ കുഫ്റിലോ പോകുന്നവനെ പോലെയാണ്. മറ്റൊരു ഹദീസിൽ കാണാം അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാത്ത്. നമ്മളും കുഫാറുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫറ. അത് ഒഴിവാക്കിയവൻ ആരാണോ അവൻ കാഫിറായിട്ടുണ്ട്, അവൻ കാഫിറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഹാഫള അലൈഹാ, ആരാണോ നിസ്കാരം കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നത് കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, അവനാ നിസ്കാരം ഒരു പ്രകാശമായിരിക്കും, ഒരു വ്യക്തമായ ന്യായ പ്രമാണമായിരിക്കും, അവന് വിജയമായിരിക്കും അന്ത്യനാളിൽ. വമൻ ലം യുഹാഫിദ് അലൈഹ, ആരാണോ അത് കാത്തു സംരക്ഷിക്കാത്തത് ലം തകുൻ ലഹു നൂറൻ വലാ ബുർഹാനൻ വലാ നജാതൻ, അവനൊരു പ്രകാശമോ വ്യക്തമായ തെളിവോ വിജയമോ അവനുണ്ടാവില്ല യൗമുൽ ഖിയാമയിൽ. وكان يوم القيامة അവൻ അന്ത്യനാളിൽ مع قارون وفرعون وهامان وأبي بن خلف, അവനുണ്ടാവുന്ന ആരോടൊപ്പം അറിയോ? ഖാറൂനോടൊപ്പം, ഫിർഔനോടൊപ്പം, ഹാമാനോടൊപ്പം, ഉബയ്യ് ഇബ്നു ഖലഫിനോടൊപ്പം ആയിരിക്കും. ഇവരെല്ലാം അയിമ്മത്തുൽ കുഫ്ർ എന്നറിയപ്പെടുന്ന ആളുകളായി നാലാളുകൾ. കുഫറിന്റെ നേതാക്കന്മാരാണെന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അറിയിക്കപ്പെട്ടിട്ടുള്ള നാലാളുകളാണ് ഈ നാലാളുകൾ. അതുകൊണ്ട് തന്നെ അവരെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ആ നിസ്കാരം ഒഴിവാക്കുന്നവൻ നാളെ പരലോകത്ത് കുഫാറുകളുടെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് അത് കുഫറാണെന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് തെളിവെടുത്ത് കാണാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ് താരിഖുൽ മുഹാഫളതി അല സ്വലാ, ഈ ഹദീസിൽ വിശദീകരിക്കുന്നത് നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിനെ ഒഴിവാക്കുന്ന ഒരുത്തൻ ഇമ്മാ അൻ യശ്ഗലഹു മാലുഹു ഔ അമലുഹു ഔ റിയാസതുഹു ഔ തിജാറതുഹു, അവനെ നിസ്കരിക്കാതിരിക്കാൻ തടസ്സമാക്കുന്നത്, അവനെ തിരക്കിലാക്കുന്നത് അവന്റെ സമ്പത്തോ അവന്റെ ജോലിയോ അവന്റെ പദവികളോ അവന്റെ കച്ചവടമോ എന്ന് തന്നെയാണെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ നിസ്കരിക്കുന്നതിൽ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒരു തന്നെ അവന്റെ സമ്പത്താണ് നിസ്കരിക്കുന്നതിൽ നിന്ന് തിരക്കിലാക്കുന്നതെങ്കിൽ അവൻ നാളെ പരലോകത്ത് ഖാറൂനിലൊപ്പമായിരുന്നു. കാരണം ഖാറൂൻ അതിയായ സമ്പത്തുണ്ടായിരുന്നു. അവന്റെ അധികാരമാണ് അവനെ നിസ്കാരത്തിൽ നിന്ന് രക്ഷിക്കുന്നതെങ്കിൽ അവൻ ഫിർഔന്റെ കൂടെ ആയിരിക്കും. അവന്റെ പദവിയും അവന്റെ ഉദ്യോഗവുമാണ് തെറ്റിക്കുന്നതെങ്കിൽ അവൻ ഹാമാന്റെ കൂടെ ആയിരിക്കും, ഫിർഔന്റെ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. അവന്റെ കച്ചവടമാണ് അവനെ തിരക്കിലാക്കുന്നതെങ്കിൽ ഉബയ്യ് ഇബ്നു ഖലഫ് കാലത്ത് വലിയ കച്ചവടക്കാരനായിരുന്ന സൂറത്ത് മുദ്ദസ്സിറിലും അതുപോലെ എല്ലാം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഉബയ്യ് ഇബ്നു ഖലഫ്. ആ കാഫിറിനോടൊപ്പമായിരിക്കും എന്ന് വിശദീകരിച്ചേ കാണാം. അപ്പോൾ ഈ ഹദീസുകളിൽ നിന്ന് നിസ്കാരത്തിന്റെ ഗൗരവവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാം. ഇനി അഖീമുസ്സല, നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? അഖീമുസ്സല എന്ന് പറഞ്ഞാൽ എന്താണ്?
അഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള നിബന്ധനകളും അതിന്റെ സ്തംഭങ്ങളും അതിന്റെ വാജിബാത്തുകളും അതിന്റെ സുനനുകളും എല്ലാം ഉൾക്കൊള്ളിച്ച് യഥാർത്ഥ രൂപത്തിൽ നിസ്കരിക്കുന്നതിനാണ് അഖീമുസ്സലാ എന്ന് പറയുന്നത്. അഖീമുസ്സലാ എന്ന് പറയുന്നത് അതിനാണ്. ഇനി നമ്മൾ ദർസിലേക്ക് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് പറയാം. ശുറൂത്തു സ്വലാ ആദ്യം പറഞ്ഞ നിബന്ധനകളാണ്, നിസ്കാരത്തിന്റെ നിബന്ധനകൾ. ഖാല ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദർസു സാലിസ് ശുറൂത്തു സ്വലാ ശുറൂത്തു സ്വലാത്തി വഹിയ തിസ്അത്തുൻ. നിസ്കാരത്തിന്റെ ഷർത്തുകൾ അത് 9 എണ്ണമാകുന്നു. അൽ ഇസ്ലാമു വൽ അഖ്ലു വത്തംയീസു വറഫ്ഉൽ ഹദതി വഇസാലത്തുൻ നജാസതി വസത്റുൽ ഔറതി വദുഖൂലുൽ വഖ്തി വസ്തിഖ്ബാലുൽ ഖിബ്ലതി വന്നിയ്യതു. ഇതൊക്കെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. 9 എണ്ണം പറഞ്ഞു. ഒന്നാമത്തേത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തേത് അൽ അഖ്ൽ, ബുദ്ധി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് അത്തമീസ്, പ്രായപൂർത്തിയായിരിക്കണം. മൂന്നാമത്തേത് റഫ്ഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നാലാമത്തേത് റഫ്ഉൽ ഹദസ്. അഞ്ചാമത്തേത് വഇസാലത്തുൻ നജാസ, നജസുകൾ ഒഴിവായിരിക്കണം. ആറാമത്തേത് വസത്റുൽ ഔറ, ഔറത്ത് മറച്ചിരിക്കണം. ഏഴാമത്തേത് ദുഖൂലുൽ വഖ്ത്, സമയമായിരിക്കണം. എട്ടാമത്തേത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടണം. ഒമ്പതാമത്തെ വന്നിയ്യ, നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഇതാണ് നിസ്കാരത്തിന്റെ 9 ഷർത്തുകൾ. നമ്മളെല്ലാവരും നിസ്കാരവുമായി ബന്ധപ്പെട്ട ഷർത്ത്, റുക്ന്, വാജിബാത്തുകളൊക്കെ ദലീലുകളൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ കൂടി അത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഹിഫ്ളാക്കാൻ എല്ലാവരും ശ്രമിക്കണം. കാരണം എന്നാൽ മാത്രമാണ് നമ്മുടെ നിസ്കാരം അത് ശരിയായിട്ടുണ്ടോ, അതിന്റെ നിബന്ധനകൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കേൾക്കുന്ന എല്ലാവരും ഇത് പഠിക്കാൻ, ഇപ്പൊ ദലീലുകളോ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും കൂടി എന്തൊക്കെയാണ് ഷർത്ത്, എന്തൊക്കെയാണ് വാജിബാത്തുകൾ, എന്തൊക്കെയാണ് റുക്നുകൾ എന്നീ കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി വരുന്നത് ശുറൂത്ത്, അർക്കാനുകൾ, വാജിബാത്തുകൾ എന്നീ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യം പറയുന്ന ശുറൂത്തുകൾ. എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, വുളൂഇന്റെ ഷർത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിസ്കാരത്തിന്റെ ഷർത്തുകൾ കേട്ടിട്ടുണ്ടാവും, മറ്റു പല ഇബാദത്തുകളിലും ഷർത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിബന്ധന എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഷർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷർത്ത് എന്നതിന് ഫുഖഹാക്കൾ പറയുന്ന തഅരീഫ്, എന്താണ് നിബന്ധന എന്നുള്ളതിൽ തഅരീഫ് പറയുന്നത് هو ما يلزم من عدمه العدم ولا يلزم من وجوده وجود ولا عدم لذاته. ഇതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ. ഹുവ ഷർത്താകുന്നത് മാ യൽസമു മിൻ അദമിഹി അൽ അദം, എന്ത് നിർബന്ധമാക്കുന്നതാണ്? ഷർത്തില്ല എങ്കിൽ ആ കർമ്മം ശരിയാവുകയില്ല. ഷർത്തില്ല എങ്കിൽ ആ കർമ്മം ശരിയാവുകയില്ല. വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദ്, ഇനി ഷർത്ത് ഉണ്ടായി എന്നതുകൊണ്ട് കർമ്മം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമാക്കുന്നുമില്ല. വലാ അദമു ലിദാതിഹി, ആ ഷർത്ത് ഇല്ല എന്ന് പറയാനും പറ്റില്ല. അതായത് ഷർത്ത് ഇല്ലാതെ കർമ്മം ശരിയാവുകയില്ല. ഷർത്ത് ഉണ്ടായി എന്നതുകൊണ്ട് കർമ്മം ഉണ്ടാകണമെന്ന നിർബന്ധവുമില്ല, ഷർത്ത് ഇല്ലാതാകണമെന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒരു ഷർത്താണ് വുദൂ, അഥവാ സ്വഹാറത്ത് റഫ്ഉൽ ഹദസ്, ശുദ്ധിയാകണം എന്ന് പറയുന്നത് വുദൂവാണ്. വുദൂ ഇല്ല എങ്കിൽ നിസ്കാരം ശരിയാവോ? ഇല്ല. നിസ്കാരം ശരിയാവണമെങ്കിൽ വുദൂവാണ്. വുദൂ ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഇനി ഒരാൾ വുദൂ എടുത്തു എന്നതുകൊണ്ട് നിസ്കരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നിസ്കാരം നടന്നോളെന്ന് നിർബന്ധമല്ല, പക്ഷെ വുദൂ അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് എന്റെ കാര്യം. കർമ്മത്തിന് മുമ്പ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഷർത്തുകൾ. ഒരു ഇബാദത്തിന്റെ ഷർത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഇബാദത്ത് നടക്കുമ്പോഴുള്ള കാര്യമാവില്ല, ആ ഇബാദത്തിന്റെ തുടക്കത്തിന് മുമ്പുള്ളതായിരിക്കും ഷർത്തുകൾ. ആ ഷർത്ത് ഉണ്ടായാലേ കർമ്മം ശരിയാവുകയുള്ളൂ. പക്ഷെ ഷർത്ത് ഉണ്ടായി എന്നതുകൊണ്ട് കർമ്മം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, എന്നാൽ ആ ഷർത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടാവുകയും ചെയ്യും. അതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഉദാഹരണം മനസ്സിലാക്കിയാൽ നമുക്കത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അതാണ് ഷർത്തിന്റെ കാര്യം. ഇനി നമ്മൾ ഓരോ ഷർത്തുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദലീലുകളുമാണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 3 നിബന്ധനകൾ
അൽ ഇസ്ലാം അൽ അഖൽ വത്തമീസ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിരിക്കണം. രണ്ടാമത്തേത് അഖല്, ബുദ്ധി ഉണ്ടായിരിക്കണം. അഥവാ ബുദ്ധി പറഞ്ഞ ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ ബോധം കെട്ടവനോ അങ്ങനെയൊന്നും ആവരുത്. മൂന്നാമത്തേത് തമീസ്, പ്രായപൂർത്തി എത്തിയിരിക്കണം. ഇതെല്ലാ ഇബാദത്തിനും പൊതുവായിട്ടുള്ള നിബന്ധനയാണ്. ദീനിലെ എല്ലാ ഇബാദത്തുകൾക്കും പൊതുവായിട്ടുള്ള നിബന്ധനയാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളില്ല എങ്കിൽ ഒരുവന് ഇബാദത്തുകൾ അവന്റെ മേലെ എന്തല്ല, അവന്റെ മേലെ നിർബന്ധമാകുന്നില്ല. അഥവാ അവൻ ഇബാദത്ത് ചെയ്ത കാര്യമില്ല. ഈ മൂന്ന് കാര്യങ്ങൾ അവന് ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തേത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. ഒന്നാമത്തേത് ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. അഥവാ ഒരാളുടെ നിസ്കാരം ശരിയാവണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് അവൻ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം കാഫിറിന്റെയോ മുശ്രിക്കിന്റെയോ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, അത് നിഷ്ഫലമായിരിക്കും. അല്ലാഹു തആല ധാരാളം ആയത്തുകളോട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശിർക്കും കുഫ്റും എല്ലാം പറയുമ്പോൾ ആ ആയത്തുകൾ നമ്മൾ പരാമർശിച്ചിട്ടുമുണ്ട്. സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ ആയത്തിൽ കാണാം, വമൻ യക്ഫുർ ബിൽ ഈമാൻ ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണോ ഈമാനിനോട് കുഫ്ർ കാണിക്കുന്നത് അവന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായിട്ടുണ്ട്. അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അവന് ഈമാൻ ഇല്ലാത്തത് കൊണ്ട്, ഇസ്ലാം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമാണ്. മറ്റൊരായത്ത് സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്ത്, വലഖദ് ഉഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായിരിക്കും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ ഉൾപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചുകൊണ്ട് അവന്റെ നിസ്കാരം എന്താവൂല, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന സ്വീകരിക്കുന്ന കാര്യമാവില്ല. ഒരാൾ നോമ്പ് വെച്ചാലും ആവില്ല. എന്ത് ചെയ്താലും പല ആളുകളും നമുക്ക് കാണാൻ സാധിക്കും. പല കാഫിര്യങ്ങളും റമളാനിൽ നോമ്പ് വെക്കുന്ന ആളുകളുണ്ട്, വർഷങ്ങളായി 30 ദിവസം നോമ്പ് വെക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരുടെ അമല് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. ഇസ്ലാം ഇല്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല. രണ്ടാമത്തേത് അഖലാണ്, ബുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവന്റെ ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാകരുത്, അല്ലെങ്കിൽ ഭ്രാന്തനാകരുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ച് പിന്നെ എന്തെങ്കിലും ചികിത്സാർത്ഥം, അല്ലാതെ മദ്യം കഴിച്ചിട്ടുള്ളതല്ല. മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവും നിസ്കരിക്കാത്ത കുറ്റമൊക്കെ ഉണ്ടാവും. അല്ലാതെയുള്ള വല്ല അസുഖങ്ങൾ കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ എല്ലാം ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരാൾക്ക് അയാളുടെ എന്താവില്ല, നിബന്ധന പൂർത്തിയാവില്ല. അതിനുള്ള തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം അഹ്മദ് അതുപോലെ തന്നെ മറ്റു പലരും ഉദ്ധരിച്ചിട്ടുള്ള തിർമിദി എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസതി, 3 കൂട്ടർ ആളുകൾ അവരുടെ മേലെ ഈ രേഖപ്പെടുത്തുന്ന പേനകൾ ഉയർത്തപ്പെട്ടതാണ്. അഥവാ അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയില്ല. ഒന്നാമത്തേത് അനിന്നാഇമി ഹത്താ യസ്തൈഖിബ, ഉറങ്ങുന്ന ഒരുവൻ, ഉറക്കത്തിലായവൻ അവൻ ഉറക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെ എന്തല്ല, അവൻ രേഖപ്പെടുത്തിപ്പെട്ട് വെക്കൂല. ഉറക്കം അഭിനയിക്കല്ല, ഉറങ്ങുന്ന ഒരാൾ. ഒരു കുട്ടി അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ. മൂന്നാമത്തേത് ബുദ്ധി മറക്കപ്പെട്ട, ബുദ്ധി മറഞ്ഞു പോയ ഒരുത്തൻ അവന് തിരിച്ച് ആ ബുദ്ധി ലഭിക്കുന്നത് വരെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കൂല. നമ്മൾ ബുദ്ധി മറക്കപ്പെട്ട ബുദ്ധിയെ മനസ്സിലാക്കണം. മദ്യപിച്ചിട്ടോ മറ്റോ ആയ കാര്യമല്ല ഈ പറയുന്നത്. അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആവുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഷർത്ത് എന്ന് പറയുന്നത് തമീസാണ്. തമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായപൂർത്തിയാവുക എന്നുള്ളത്, പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കൃത്യമായി 15 വയസ്സ് അങ്ങനെയല്ല ഒരു ആൺകുട്ടിയുടെ മേലെ തീരുമാനിക്കുന്നത്. 7 വയസ്സായാൽ തന്നെ അവന്റെ മേലെ എന്താണ്, നിസ്കരിക്കാൻ വേണ്ടി അവനെ കൽപ്പിക്കണം, അവനെ പ്രോത്സാഹിപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കുകയും വേണം. അപ്പൊ 7 വയസ്സ് മുതൽ തന്നെ നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. അതാണ് തമീസിന്റെ ഒരു പ്രായമായിട്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. 7 വയസ്സാകുമ്പോഴേക്കും അവനെ നിസ്കരിക്കാൻ കൽപ്പിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള
ഹദീസിൽ നമുക്ക് കാണാം മുറു ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ല എങ്കിൽ അവനെ അതിന്റെ പേരിൽ അടിക്കണം. വഫരിഖു ബൈനഹും ഫിൽ മവാജിഅ. അവർ കുട്ടികളെ 10 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിലും മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും വേർതിരിച്ച് അവരെ കിടപ്പറയിൽ കിടത്തുകയും വേണം. 10 വയസ്സിന് കഴിഞ്ഞാൽ കുട്ടികളെ ഒരുമിച്ച് കിടത്താൻ പാടില്ല. മാതാപിതാക്കളോടൊപ്പം നിന്നും കുട്ടികൾ തന്നെ പരസ്പരം അടുത്ത് നിന്നും അവരെ മാറ്റി കിടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമീസ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി, അത് ഏകദേശം 7 വയസ്സാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആ ഒരു പ്രായം മുതലാണ് നിസ്കരിക്കാനുള്ള ഷർത്ത്. അപ്പൊ ഈ 3 നിബന്ധനകൾ എല്ലാത്തിലും പൊതുവായിട്ട് വരുന്ന നിബന്ധനകളാണ്, എല്ലാത്തിലും ബാധകമായിട്ടുള്ള നിബന്ധനകളാണ്. 4ാമത്തെ നിബന്ധന നിസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രത്യേകമായിട്ടുള്ള നിബന്ധനകൾ. ഒന്നാമത്തേത് റഫ്ഉൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം, അഥവാ തഹാറത്ത്, ശുദ്ധി ഉണ്ടായിരിക്കണം. നമുക്കറിയാം അശുദ്ധികൾ 2 തരത്തിലാണ്. ഒന്ന് നമ്മൾ അൽ ഹദസുൽ അക്ബർ എന്ന് പറയും, അഥവാ വലിയ അശുദ്ധി എന്ന് പറയും. രണ്ടാമത്തേത് ഹദസുൽ അസ്ഗർ എന്ന് പറയും, ചെറിയ അശുദ്ധി എന്ന് പറയും. ഹദസുൽ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ കുളി നിർബന്ധമാകും. അതിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവൻ നനഞ്ഞുകൊണ്ടുള്ള കുളി നിർബന്ധമാകും. ഉദാഹരണത്തിന് ജനാബത്ത്, ഒരു പുരുഷൻ അവന് ഇഹ്തിലാം ഉണ്ടായി കഴിഞ്ഞാൽ, ജനാബത്തുകാരനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീയുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഹൈബ്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ശേഷം അപ്പോ ആ കുളി നിർബന്ധമാകുന്ന അശുദ്ധികൾ, അതാണ് വലിയ അശുദ്ധികൾ എന്ന് പറയുന്നത്. ഹദസുൽ അസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുദൂ കൊണ്ട് ശുദ്ധിയാകുന്ന കാര്യങ്ങൾ, മലമൂത്ര വിസർജനം, അതുപോലെ തന്നെ ആ 2 മാർഗത്തിലൂടെയുള്ള മറ്റെന്ത് പുറത്തു വന്നാലും, അതുപോലെ തന്നെ കീഴ്വായു പുറപ്പെടുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ കാരണത്താൽ ഒഴിഞ്ഞു പോകുന്നതാണ് വുദൂ എന്ന് പറയുന്നത്, ചെറിയ അശുദ്ധി. ആ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുക എന്നതാണ് വുദൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിസ്കാരം സഹീഹാവണമെങ്കിൽ നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമാണ് റഫ്ഉൽ ഹദസ്, അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നമ്മൾ ജനാബത്തുകാരനോ അല്ലെങ്കിൽ ഹൈബുകാരിയോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായിരിക്കണം, വലിയ അശുദ്ധിയിൽ നിന്ന്. അതുപോലെ തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്ന് നമ്മൾ ശുദ്ധിയായിരിക്കണം, വുദൂ എടുത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. ശുദ്ധിയാകാതെ ഒരാളുടെ നിസ്കാരവും സ്വീകാര്യമാവുകയില്ല, അല്ലാഹു തആല സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന് ശേഷം വുദൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെ തുടർന്ന് തന്നെ വരുന്നുണ്ട്. അതിൽ നമ്മൾ വുദൂവിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. 5ാമത്തെ ഷർത്ത് അശ്ശർത്തുൽ ഖാമിസ് ഇസാലത്തുൻ നജാസ. നജസുകൾ നീങ്ങിയിരിക്കണം. നജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ടാകും. അതിൽ നമുക്കറിയുന്നത് പോലെ മലമൂത്ര വിസർജന, കാഷ്ടങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അഥവാ മനുഷ്യന്റെയും അതുപോലെ മനുഷ്യന് ഭക്ഷിക്കൽ വിരോധിച്ചിട്ടുള്ള മൃഗങ്ങളുടെയും കാഷ്ടങ്ങളും മൂത്രങ്ങളും അതുപോലെ തന്നെ ഉള്ള നജസുകൾ. ആ നജസുകളിൽ നിന്ന് ശരീരം ശുദ്ധിയായിരിക്കണം. ശരീരം മാത്രമല്ല, 3 കാര്യങ്ങൾ ശുദ്ധിയായിരിക്കണം. തഹാറത്തു സൗബി വൽ ബദനി വൽ മകാനി അല്ലദി യുസല്ലി ഫീഹി. നിസ്കരിക്കുന്ന ഏത് വസ്ത്രത്തിലാണോ നമ്മൾ നിസ്കരിക്കുന്നത് ആ വസ്ത്രം ശുദ്ധിയായിരിക്കണം. രണ്ടാമത്തേത്, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. 3ാമത്തേത്, നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നമ്മുടെ വസ്ത്രം, ശരീരം, നിസ്കരിക്കുന്ന സ്ഥലം, ഇതെല്ലാം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വദിയാബക ഫതഹ്ഹിർ സൂറത്തുൽ മുദ്ദസ്സിറിലെ ഈ ആയത്താണ് വസ്ത്രം ശുദ്ധിയാകണം എന്നതിനുള്ള ദലീലായിട്ട് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഇത് നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കണം എന്നതിനുള്ള ദലീൽ എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഒരു അറാബി വന്ന് മൂത്രിക്കുകയുണ്ടായി. മൂത്രിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബകളോട് പറഞ്ഞു, സുബ്ബു അലൈഹി ദലൂബൻ മിൻ മാഇൻ. ആ മൂത്രിച്ച സ്ഥലത്ത് നിങ്ങൾ കുറച്ച് വെള്ളം, ഒരളവിൽ വെള്ളം കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ ഒഴിക്കുക എന്ന് പറഞ്ഞു. ഈ
വെള്ളത്തിന്റെ രൂപത്തിലുള്ള ലെൻസുകൾ അതിന്റെ മേലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണർന്നതോടുകൂടി ആ ഭാഗം എന്തായി ശുദ്ധിയാകുന്നതാണ്. അത് ശുദ്ധിയാകുന്നതാണ്. അതാണ് സ്ഥലം ശുദ്ധിയായിരിക്കണം എന്നതിനുള്ള ദലീലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിസ്കരിക്കുന്ന വസ്ത്രം, ശരീരം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്താണ്. നിസ്കാരം സഹീഹാകണമെങ്കിൽ അത് ബാധകമാണ്. ആറാമത്തെ നിബന്ധന എന്ന് പറയുന്നത് സത്റുൽ ഔറത്തി, ഔറത്ത് മറച്ചിരിക്കണം. ഔറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാളത്തിൽ നഗ്നത എന്നെല്ലാം പറയും. അഥവാ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, പുരുഷന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, സ്ത്രീക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഔറത്ത് എന്താണോ അത് മറച്ചിരിക്കണം. എന്താണ് പുരുഷന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ? അഥവാ മറക്കൽ നിർബന്ധമായിട്ടുള്ളത് എന്താണ്? ഒരു പുരുഷൻ മറക്കേണ്ടത് മാ ബൈന സുർറതിഹി വ റുക്ബതിഹി, അവന്റെ കുക്കലിന്റെയും അവന്റെ കാൽമുട്ടുകൾക്കിടെയും ഇടയിലുള്ളതിനെയാണ് ഒരു പുരുഷൻ നിസ്കാരത്തിലല്ല എപ്പോഴും അവന്റെ ഔറത്ത് എന്ന് പറയുന്നത് നിർബന്ധമായും മറച്ചിരിക്കേണ്ടത്. നിസ്കാരത്തിൽ പ്രത്യേകിച്ച് അത് മറക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. കാരണം അത് നിബന്ധനയാണ്. ഈ കാൽത്തുടകൾ അത് ഔറത്തിൽ പെട്ടതാണ് എന്നതിനുള്ള ദലീലാണ് ജർഹദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മാലിക്, അഹ്മദ്, അബൂ ദാവൂദ്, തിർമിദി എന്നിവ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം കുറച്ച് മുന്തി തുണൽ കാണാനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ തുട അത് മറച്ചു വെക്ക്, തുട എന്നുള്ളത് നഗ്നതയിൽപ്പെട്ടതാണ്, ഔറത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ദലീലിന്റെ അടിസ്ഥാനത്തിലാണ് തുട ഔറത്താണ് എന്ന് പറയാനുള്ള കാരണം. ചില ചർച്ചകളുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് പഠിക്കുന്നത്. തുട ഔറത്താണോ അല്ലേ എന്നുള്ളതിൽ മറ്റു ചില ഹദീസുകളിൽ പണ്ഡിതന്മാർക്കതിൽ ചർച്ചകൾ കാണാം. പക്ഷെ ഏറ്റവും സൂക്ഷ്മതയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. ഇനി സ്ത്രീയുടെ ഔറത്ത് എന്താണ്? സ്ത്രീയുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ ജമീഉ ജസദിഹ, അവളുടെ ശരീരം മുഴുവൻ ഔറത്താണ്. അവൾ ശരീരം മുഴുവൻ ഔറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയുടെ മേലെ നിർബന്ധമായിട്ടും ശരീരം മറച്ചിരിക്കണം. മുഖവും ഈ മുൻകൈകൾ അഥവാ ഈ കൈപ്പത്തിയുടെ ഭാഗവും ഒഴികെ, അതും മുഖവും ഒഴികെ ശരീരം മൊത്തം നിസ്കരിക്കുമ്പോൾ മറച്ചിരിക്കണം. എപ്പോൾ? വേറെ മഹറമല്ലാത്ത ഒരു പുരുഷനും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ. മഹറമല്ലാത്ത ഒരു പുരുഷനും തന്നെ കാണുന്നില്ല, തന്റെ ഉപ്പയോ മക്കളോ ഭർത്താവോ അങ്ങനെയുള്ള സഹോദരന്മാരോ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളപ്പോൾ മുഖം മറക്കാൻ പാടില്ല. 2 കൈകളും അവർക്ക് തുറന്നിടാവുന്നതാണ്. എന്നാൽ ഒരു അന്യപുരുഷൻ അവരെ കാണും എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ ഈ 2 കൈകളും അവർ മറക്കണം, മുഖവും അവർ മറക്കേണ്ടതാണ്. അഥവാ നിസ്കാരത്തിൽ പൊതുവെ സ്ത്രീകൾ എന്ത് ചെയ്യേണ്ട? മുഖവും ഈ 2 മുൻകൈകളും മറക്കേണ്ടതില്ല. അതായത് അന്യപുരുഷന്മാർ കാണുന്നില്ല എന്നുള്ള സന്ദർഭത്തിൽ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിലടുത്തോ അല്ലെങ്കിൽ മസ്ജിദിൽ സ്ത്രീകളുടെ ഭാഗത്തോ നിസ്കരിക്കാനുള്ള ആവശ്യമില്ല. എന്നാൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അന്യപുരുഷന്മാർ കടന്നു പോകുന്ന അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവരവരുടെ മുഖം മറക്കണം, അവരുടെ 2 കൈകളും മറക്കണം. കാരണം സ്ത്രീകൾ ഈ തലയെല്ലാം മറക്കണം എന്നുള്ളതിന്റെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സലാത്ത ഹായിദിൻ ഇല്ലാ ബിഖിമാർ. ഹൈദ് സംഭവിച്ചിട്ടുള്ള അഥവാ പ്രായപൂർത്തി എത്തിയിട്ടുള്ള ഒരു സ്ത്രീയുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല ഹിമാർ കൊണ്ടല്ലാതെ. അവൾ തല മറക്കേണ്ട പ്രകാരം മറച്ചത് കൊണ്ടല്ലാതെ ആ നിസ്കാരം സ്വീകരിക്കുകയില്ല. അപ്പൊ ഇതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔറത്തിന്റെ അളവിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ഔറത്ത് നിർബന്ധമായിട്ട് മറക്കേണ്ടതാണ്. ഇനി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കരിക്കുന്ന സമയത്തിൽ ഏറ്റവും നല്ല വേഷം ധരിക്കുക, ഏറ്റവും ദീനത്തോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, സൂറത്തുൽ അഅറാഫിൽ, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അലങ്കാരങ്ങൾ സ്വീകരിക്കുക. അഥവാ നല്ല വേഷം, നല്ല സുഗന്ധം ഉപയോഗിക്കുക, നല്ല വസ്ത്രം ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പുരുഷന്മാരുടെയും സ്ത്രീയുടെയും ഔറത്ത് എന്ന് പറയുന്നത്, നിസ്കരിക്കുമ്പോഴുള്ള വേഷം എന്ന് പറയുന്നത്. 7ാമത്തെ നിബന്ധന
പ്രവർത്തനം പറഞ്ഞു, ഇസ്ലാം പറഞ്ഞു, അഖ്ല് പറഞ്ഞു, തമീസ് പറഞ്ഞു, റഫുൽ ഹദസ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇസാലത്തുൽ നജാസ നജസുകൾ നീക്കിയിരിക്കണമെന്ന് പറഞ്ഞു, സത്റുൽ ഔറ ഔറത്ത് മറച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഏഴാമത്തെ നിബന്ധന ദുഖൂലുൽ വഖ്തി സമയമായിരിക്കണം. സമയം ആയിരിക്കണം. ഓരോ നിസ്കാരവും സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല സൂറത്തുൽ നിസായിലെ 103-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, തീർച്ചയായിട്ടും നിസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ മേലെ സമയാധിഷ്ഠിതമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്താണ്. സമയത്തിനടിസ്ഥാനം, സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല, ഷർത്തോടെ പാലിച്ചിട്ടില്ല. ഒരാള് പിന്നെ മുഹ്റ നിസ്കാരം മൊഹന്റെ സമയത്ത് നിസ്കരിച്ചാൽ ശരിയാവുമോ? ഇല്ല. അല്ലെങ്കിൽ അസുര നിസ്കാരം പിന്നെ അസുരന്റെ സമയം ആവുന്നതിന് നിസ്കരിച്ച് ശരിയാവില്ല. അപ്പോ അതിന്റെ സമയത്ത് മാത്രമേ നിസ്കരിച്ചാൽ ശരിയാവുകയുള്ളൂ. ഇനി എന്താണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ ഏതൊക്കെയാണ്? നിസ്കാരത്തിന്റെ സമയങ്ങൾ ഏതൊക്കെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ഖുർആനിൽ ഒരു ആയത്തിൽ മുജ്മലായിട്ട് പറയുന്നുണ്ട്. ആ ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു തആല പറഞ്ഞു, അഖിമിസ് സ്വലാത, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക, ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ, സൂര്യൻ വഖുർആനൽ ഫജ്ർ, സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിസ്കരിക്കുക. അതുപോലെ തന്നെ ഫജ്ർ സമയത്തുള്ള ഖുർആൻ പാരായണവും, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്റിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അഥവാ സൂര്യൻ ഉദിച്ചിട്ടുള്ള നിസ്കാരം പറഞ്ഞാൽ ദുഹറും അസറും, അസ്തമിക്കുമ്പോഴുള്ളത് പറഞ്ഞാൽ മഗ്രിബും ഇശാവും, പിന്നെ ഫജ്റിലെ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേകമായിട്ട് ഹദീസുകളിൽ അത് വ്യക്തമായി വന്നിട്ടുണ്ട്. ഫജ്റിന്റെ സമയം എപ്പോഴാണ്? ഫജ്റിന്റെ സമയം ഫജ്ർ സ്വാദിഖ് മുതൽ തുലൂഉൽ ഫജ്ർ വരെ, രാവിലെ പ്രഭാതം പൊട്ടിവിടരുന്നത് മുതൽ, അത് കാദിബായതുണ്ടാവും, അത് ആദ്യം സംഭവിക്കും, പിന്നെ സ്വാദിഖായതുണ്ടാവും. ആ സ്വാദിഖായ ഫജ്ർ മുതൽ സൂര്യൻ ഉദിക്കുന്നവരെയാണ് ഫജ്റിന്റെ സമയം. ദുഹറിന്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ നേരെ നമ്മുടെ തലയുടെ മുകളിലായിട്ട് അവിടുന്ന് തെറ്റിയാലാണ് ദുഹറിന്റെ സമയം ആരംഭിക്കുക. അസറിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അളവും അതിന്റെ നിഴലിന്റെ അളവും ഒരേ വലുപ്പത്തിലാകുമ്പോഴാണ് അസറിന്റെ സമയം ആരംഭിക്കുക. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലാണ് മഗ്രിബിന്റെ സമയം, ആകാശത്തെ ചുവപ്പ് നിറം മായുന്നത് വരെ. അത് മാറി കഴിഞ്ഞാൽ ഇശാഇന്റെ സമയം ആരംഭിക്കും, രാത്രിയുടെ പകുതി വരെ. ഇതാണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ. ഈ സമയമായതാൽ നിസ്കരിച്ചാൽ മാത്രമേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അതല്ലാതെ നിസ്കാരം എന്താകില്ല, ശരിയാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഏറ്റവും അവ്വൽ വഖ്ത് നിസ്കരിക്കലാണ് ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദുഹർ നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നിസ്കരിച്ച, അങ്ങോട്ട് പറഞ്ഞാല് നല്ല ചൂടുള്ള സമയങ്ങളിൽ ദുഹർ നിസ്കാരം കുറച്ച് വൈകിപ്പിച്ച് ഒന്ന് ചൂടാറാൻ വേണ്ടി വൈകിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് കാണാം. വിശ്വാസം പറയുകയും ചെയ്തിട്ടുണ്ട്, ഇദാ ഇസ്തദ്ദൽ ഹർറു ഫഅബ്രിദൂ ബിസ്സലാ, നിങ്ങൾ ചൂട് അധികമാണെങ്കിൽ നിസ്കാരം ഒന്ന് തണുക്കുന്ന വരെ കുറച്ച് വൈകിപ്പിച്ച് കൊള്ളുക എന്ന് പറഞ്ഞത് കാണാം. ദുഹർ നിസ്കാരത്തിനെല്ലാം ചൂട് അതിയായിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈകിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഇശാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ കുറച്ച് വൈകി നിസ്കരിച്ചിട്ടുണ്ട്. മൊത്തം ജമാഅത്ത് വൈകിപ്പിക്കുകയാണെങ്കിൽ ഇശാ കുറച്ച് വൈകി നിസ്കരിക്കലാണ് ഉത്തമമായിട്ടുള്ള രീതി. പക്ഷെ പൊതു ആളുകൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ അതിന്റെ അവ്വൽ വഖ്തിൽ തന്നെ നിസ്കരിക്കുക. അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കൽ തന്നെയാണ് ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ദുഹറിലും ഇശായിലും ഇങ്ങനെ വൈകിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇനി എട്ടാമത്തെ നിബന്ധന ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക എന്നുള്ളതാണ്. ഖിബ്ലയിലേക്ക് മുന്നിടുക. ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നീ നിന്റെ മുഖത്തെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിക്കുക, അഥവാ കഅബയിലേക്ക് തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ, ഇദാ ഖുംത ഇല സ്വലാത്തി ഫസ്ബിൽ വുദൂ സുമ്മ ഇസ്തഖ്ബിൽ ഖിബ്ല, നീ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ വുദൂ എടുക്കുകയും ഖിബ്ലയിലേക്ക് തിരികുകയും ചെയ്യുക. ഇനി ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, കഅബ നേരെ നമ്മുടെ മുൻപിലായിക്കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ, നമ്മൾ മസ്ജിദുൽ ഹറമിൽ പോയി കഅബയുടെ മുന്നിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ കഅബയിലേക്ക് നേരെ തിരിഞ്ഞ് വേണം നമ്മൾ നിസ്കരിക്കാം.
എന്നാൽ നമ്മൾ ഈ ഭാഗത്ത് അഥവാ നമ്മൾ വിദൂരത്ത് നമ്മുടെ നാട്ടിലൊക്കെ വെച്ചിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണെങ്കിൽ കഅബയുടെ ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതിയാകും. കൃത്യമായി കഅബയുടെ നേരെ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ കഅബയുടെ ദിശ ഒരു പരിധി, ആ ദിശ എന്താവുക അത് കണക്കാക്കുകയും അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുകയുമാണ് വേണ്ടത്. ഇനി ഖിബ്ലയിലേക്ക് തിരിയൽ അത് നിബന്ധനയാണ് എന്നിരിക്കെ, അതില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നിരിക്കെ തന്നെ ചില ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ, ചില ഒഴിവ് കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കാൻ അനുവദനീയമായിട്ടുണ്ട്. നിസ്കാരം സഹീഹാവും. ചില ഉദ്റുകൾ ഏതൊക്കെയാണ് ഉദ്റുകൾ? ഒന്ന് സ്വലാത്തുൽ ഖൗഫ് അല്ലെങ്കിൽ സ്വലാത്തുൽ ഹർബ്, യുദ്ധ സമയത്തുള്ള നിസ്കാരം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കുന്ന രീതി, നിസ്കാരത്തിൽ റുകൂഅോ സുജൂദോ അങ്ങനെയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ആ നിസ്കാരം നിർവഹിക്കും. അങ്ങനെ നിർവഹിക്കപ്പെടുമ്പോൾ എന്താവശ്യമില്ല? ഖിബ്ലയിലേക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഈ തിരിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിസ്കാരം അവിടെ സഹീഹാകും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ സ്വലാത്തുൽ ഖൗഫ് യുദ്ധ സമയത്തുള്ള നിസ്കാരത്തെ പറ്റി പറഞ്ഞു, മുസ്തഖ്ബിലി അൽ ഖിബ്ല ഔ ഗൈറ മുസ്തഖ്ബിലിഹ, ഒന്നുകിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തിരിയാതെ, രണ്ടായി നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകും. രണ്ടാമത്തേത് സ്വലാത്തുൻ നാഫിലത്തിൽ റാഖിബ്, ഒരു വാഹന മൃഗത്തിന്റെ പുറത്ത് കയറി നിസ്കരിക്കുന്നവന് സുന്നത്തായ നിസ്കാരങ്ങൾ, ഐച്ഛികമായ നിസ്കാരങ്ങൾ ഖിബ്ലയിലേക്ക് തിരിയാതെ നിസ്കരിക്കൽ അനുവദനീയമാണ്. ഏത് രീതിയിൽ? ഒരു യാത്രാ മൃഗത്തിന്റെ പുറത്ത്, അന്ന് കാലത്ത് യാത്രാ ഒട്ടം കുതിരൊക്കെ ഉണ്ടാവും. നിസ്കരിക്കുകയാണെങ്കിൽ സുന്നത്തായ നിസ്കാരങ്ങളുടെ കാര്യമാട്ടോ, ഫർളായ നിസ്കാരം കാര്യമില്ല, സുന്നത്തായ നിസ്കാരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. യുദ്ധത്തിന്റെ സമയത്ത് പറഞ്ഞത് ഫർളായ നിസ്കാരം, ഇപ്പൊ പറയുന്നത് യാത്രാമൃഗത്തിന്റെ മേലെ സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ, നഫ്ലുകൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് യാത്രാമൃഗത്തെ എങ്ങോട്ട് വെച്ച് നിസ്കരിക്കണം? നമ്മൾ ഖിബ്ലയിലേക്ക് തിരിച്ച് വേണം നിസ്കരിക്കാൻ. നിസ്കാരം തുടങ്ങി, യാത്രാമൃഗം നമ്മൾ കാർ പിടിക്കണ പോലല്ല, സ്വീകരിക്കുമ്പോഴല്ല ഉണ്ടാവുക, ചിലപ്പോൾ അതിന്റെ ഇഷ്ടത്തിന് പോകും, നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലായിരിക്കും. അപ്പൊ നിസ്കരിക്കുമ്പോ അത് വേറെ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാലും തിരിഞ്ഞിപ്പോയാലും എന്തല്ല, അത് കുറ്റമില്ല, നമുക്കെന്തില്ല, നിസ്കാരം കുഴപ്പമില്ല, നിസ്കാരം സഹീഹാവും അതെങ്ങോട്ട് തിരിഞ്ഞാലും. പക്ഷെ തുടക്കത്തിൽ അത് ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഇതിപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതി പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാണ്, അപ്പൊ നമുക്ക് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട് എങ്കിൽ, നിർബന്ധനാകുന്ന അടുത്ത് പറയുന്നുണ്ട്, സൗകര്യമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പൊ കപ്പലിൽ യാത്ര ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും, കപ്പലിൽ നിസ്കരിക്കാനുള്ള സ്ഥലത്ത് കപ്പൽ എപ്പോഴും ദിശ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കപ്പൽ നിസ്കരിക്കുന്ന ഒരു ഒരാളുണ്ടാവും, അവിടെ എന്തുണ്ടാവും? ഈ നോർത്ത് കാണിക്കുന്ന വടക്ക് നോക്കിയെന്നു പറയാം, കോമ്പസ്, അതിൽ നോക്കിക്കഴിഞ്ഞാല് ഖിബ്ലയുടെ ഭാഗം നമുക്കറിയാൻ പറ്റും. അപ്പൊ നിസ്കാരം തുടങ്ങുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഖിബ്ലയുടെ ഭാഗത്തേക്ക് ഇരുന്നിട്ടാവും നിസ്കാരം തുടങ്ങുക. എന്തായാലും നിസ്കാരം കഴിയുമ്പോഴേക്കും നമ്മൾ എന്തായിട്ടുണ്ടാവും? നേരെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ എന്തെല്ലാം ഭാവനകളാണോ അത് ആ രീതിയിൽ അതിനെ പരിഹരിക്കേണ്ടതാണ്. ഇനി ഖിബ്ല ഒഴിവാകുന്ന മറ്റൊരു കൂട്ടർ അൽ ആജിസു അൻ ഇസ്തിഖ്ബാലിഹാ കൽ മുക്റഹ് വൽ മരീദ്, ഖിബ്ലയിലേക്ക് തിരിയാൻ സാധിക്കാത്ത രീതിയിൽ ദുർബലനായിട്ടുള്ള ആളുകൾ, ഒന്ന് നിർബന്ധിതനായിട്ട് ആരെങ്കിലും വിളിച്ചെവിടെയും കെട്ടിയിട്ടു, ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ടു, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്ലൈറ്റ് യാത്രയോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു യാത്ര, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യം നിർബന്ധിതനായി നമുക്ക് ഖിബ്ലയിലേക്ക് തിരിയാൻ ഒരു വഴിയില്ല, അങ്ങനെയുള്ള അവസ്ഥ. അല്ലെങ്കിൽ മരിയും രോഗിയായിരിക്കുന്ന അവസ്ഥ, അത് കിടന്നോടത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ്, ഇതുപോലെയുള്ള അവസ്ഥകളിലും എന്ത് ചെയ്യാം? നിസ്കരിക്കണം. പക്ഷേ ഖിബ്ല ഇല്ലെങ്കിൽ കൂടി നിസ്കാരം എന്താകും? സഹീഹാവും, നിസ്കാരത്തിന് കുഴപ്പമുണ്ടാകില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഖിബ്ല എന്നുള്ള ഷർത്ത് ഒഴിവാകുന്നത്. അവസാനത്തെ ദലീൽ എന്താണ്? അല്ലാഹു തആല ഒരാളെയും അവരുടെ കഴിവിന്റെ മേലെ നിർബന്ധിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ സാധ്യമാം വിധം അല്ലാഹുവിനെ സൂക്ഷിക്കുക. അപ്പൊ നിർബന്ധിതനാകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ രോഗിയാകുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഖിബ്ലയിലേക്ക് തിരിയാതെയും നിസ്കരിക്കാം, നിസ്കാരം സഹീഹാവും. ആറാമത്തെ നിബന്ധന എന്ന് പറയുന്നത് അന്നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു അമലിനുമുള്ള നിബന്ധനയാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏതൊരു കർമ്മവും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല അതിനെ പരിഗണിക്കുക. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഖൽബ്, മഹല്ലുഹ അൽ ഖൽബ്,
അവന്റെ കൽബിൽ അവൻ ഉദ്ദേശിക്കലാണ്, ഞാനിവിടെ നിസ്കരിക്കുകയാണ് എന്നുള്ള ഉദ്ദേശം, എന്റെ നിസ്കാരമാണ് എന്നുള്ള ഉദ്ദേശം, അവൻ ആ ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിയ്യത്ത് ലഫ്ള് കൊണ്ട് പറയുക. ഇപ്പൊ ചില ആളുകൾ നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും, നവൈതു അൻ ഉസല്ലിയ സ്വലാത്തുൽ അസ്രി 4 റക്അത്ത് എന്നെല്ലാം പറഞ്ഞ് നിയ്യത്ത് നാവ് കൊണ്ട് ഉറക്കെ വിളിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഉറക്കെ അല്ലെങ്കിൽ കൂടി വിളിച്ച് നാവ് കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അഇമ്മത്തുൽ അർബഅ 4 ഇമാമികളും പഠിപ്പിച്ചിട്ടില്ല. നിയ്യത്ത് പറയുക. ആകെ ഇബാദത്തുകൾ നിയ്യത്ത് പറയപ്പെട്ടിട്ടുള്ളത് ഹജ്ജിലും ഉംറയിലും മാത്രമാണ്. അത് തന്നെ അത് നിയ്യത്തല്ല. തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ ഹജ്ജൻ എന്ന് പറയുന്നത് ആ തക്ബീറത്തുൽ ഇഹ്റാമിന് പകരമുള്ളതാണെന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അതാണ് നാവ് കൊണ്ട് പറയേണ്ടതായി വരുന്നൊരു കാര്യമുള്ളത്. ബാക്കിയുള്ളതിന്റെ നിയ്യത്തിന്റെ മഹല്ല് അത് ഖൽബാണ്. അത് നാവ് കൊണ്ട് ഉറക്കെ പറയുക എന്നുള്ളത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമാണ്. പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിൽ അത് നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്താലും അത് റദ്ദ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് ദീനിൽ ഇല്ലാത്ത കാര്യമാണ്. നിയ്യത്തിന്റെ സ്ഥാനം ഖൽബാണ്, മഹല്ല് ഖൽബാണ്. ഇനി എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? അതിന്റെ സമയം എപ്പോഴാണ്? وزمنها في أول الصلاة أي عند تكبيرة الإحرام. നിയ്യത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന്റെ ആരംഭത്തിൽ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുൻപാണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്. പിന്നെ നിയ്യത്ത് ഖൽബിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചിന്ത ഉണ്ടാവണം കേട്ടോ. അത് എളുപ്പമുള്ള കാര്യമാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞാണ് നിയ്യത്ത് വെക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക? ബുദ്ധിമുട്ടാവുക. അപ്പൊ നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞു, നിയ്യത്ത് ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിചാരിക്കുക? എന്താ ചെയ്യാൻ പറ്റും? അതായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ചില ആളുകൾ നല്ല വസ്ത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ് നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ള എളുപ്പമാണ്. നിയ്യത്ത് ഇല്ലാതെ അവന് കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ നമ്മളോട് പറയാണ് ഈ പതി നിസ്കരിക്കണം, നിയ്യത്തൊന്നും വെക്കാൻ പാടില്ല. നിയ്യത്ത് പറഞ്ഞാൽ കൽബിലൊന്നും ചിന്തിക്കാൻ പാടില്ല. പക്ഷെ നിസ്കരിക്കണം പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്? നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഒരാൾ വുദു എടുക്കാൻ പറയാണ്, നിയ്യത്ത് ഉണ്ടാവാതെ വുദു എടുക്കണം പറഞ്ഞ എന്തെങ്കിലും അവസ്ഥ എന്തെങ്കിലും വുദു എടുക്കുക എന്ന് കൂടി വിചാരിക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും? അപ്പൊ നിയ്യത്ത് എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അത് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. നമ്മുടെ മനസ്സിൽ നമസ്കരിക്കുകയാണ് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഹവിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാവരുത്. ഞാൻ നിസ്കരിക്കുകയാണെന്നുള്ളൊരു ബോധം, ആ ഉദ്ദേശം, ആ നിയ്യത്ത് അത് നമ്മുടെ ഖൽബിൽ ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പറഞ്ഞ 9 കാര്യമാണ് ശുറൂത്തുസ് സ്വലാ എന്ന് പറയുന്നത്, നിസ്കാരത്തിന്റെ ശർത്തുകൾ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണം. ഇതിന്റെ ദലീലുകളോ മറ്റോ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നിസ്കാരത്തിന്റെ ശർത്തുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഏതൊക്കെയാണ്? 1 അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കണം. 2 അൽ അഖൽ, അവന് ബുദ്ധി ഉണ്ടായിരിക്കണം. 3 അൽ തമീസ് അല്ലെങ്കിൽ ബാലിഗ്, അവൻ പ്രായപൂർത്തിയായിരിക്കണം. 4മത്തേത് എന്താണ്? റഫുൽ ഹദസ് അല്ലെങ്കിൽ വുദൂ എന്നോ ത്വഹാറത്ത് എന്നോ നമുക്ക് പറയാവുന്നതാണ്. റഫുൽ ഹദസ് ആണ് ഒന്നുകൂടി പൂർണ്ണമായിട്ടുള്ള അതിന്റെ അർത്ഥം. കാരണം വലിയ ശുദ്ധി, ചെറിയ ശുദ്ധിയാകണം എന്നുള്ളത്. അപ്പോ വുദൂ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റഫുൽ ഹദസ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. 4മത്തേത് ഇസാലത്തുൻ നജാസ, നജസുകൾ നീങ്ങിയിരിക്കണം. ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നും നീങ്ങിയിരിക്കണം. 6മത്തേത് സത്റുൽ ഔറ, ഔറത്ത് മറച്ചിരിക്കണം. 7മത്തേത് ഔറത്ത് നമ്മൾ പറഞ്ഞു, പുരുഷന്മാരുടെ ഔറത്ത് പറഞ്ഞു, സ്ത്രീകളുടെ ഔറത്ത് പറഞ്ഞു. 7മത്തേത് ദുഖൂലുൽ വഖ്ത്, സമയമായിരിക്കണം. 5 വഖ്ത് നിസ്കാരത്തിനും സമയമായിരിക്കണം. 8മത്തേത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടണം. അത് ഒഴിവാകുന്ന സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു. 9മത്തേത് നിയ്യത്ത് ഉണ്ടായിരിക്കണം. അത് ഖൽബിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ആ നിയ്യത്ത് വിളിച്ചു പറയേണ്ട ആവശ്യം ഇല്ല. ഇതാണ് ഷർത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഷർത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമലിന്റെ മുൻപേ നടക്കുന്ന കാര്യമാണ്. ഷർത്തില്ല എങ്കിൽ അമൽ സ്വീകാര്യമാവുകയില്ല. ഷർത്തുണ്ടായി എന്നതുകൊണ്ട് അമൽ നിർബന്ധമായി നടന്നോളണമെന്നും ഇല്ല. ഇതാണ് ഷർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ദർസു സാഹയിൽ ശൈഖ് അർക്കാനുസ് സ്വലാഹ് ആണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ ആ കാര്യങ്ങൾ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഇൽമ് യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.
وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.